പാലക്കാടിനെ കുറിച്ച് UDFനെ കുറിച്ച് ഒന്നും പറയാൻ ഒന്നുമില്ല. അവിടെ ജനങ്ങളുടെ തലയിൽ എന്ത് കെട്ടിവെച്ചു, ആര് കെട്ടിവെച്ചു, അതെല്ലാം 100% നമ്പർ 1 മുനിസിപ്പാലിറ്റി അല്ലേ. ഇതെല്ലാ ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടും അവിടെ ഒരു ഒറ്റ കേസ് അഴിമതിയിലുണ്ടോ? ഇല്ല. അവിടെ എത്ര പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റഡ് ബഡ്ജറ്റ് കൊണ്ട് അവർ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തയ്യാറാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ആർക്കെങ്കിലും CPM ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തയ്യാറാണ്, പാർട്ടി തയ്യാറാണ്. ഫാക്റ്റും ഫിഗറും ഉണ്ട്. ഞങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒളിച്ചോടുന്ന ആൾക്കാരല്ല. ഞങ്ങൾ പറയുന്നത് കൃത്യമായി പറയും. അതിന് ഫാക്റ്റ് ഉണ്ട്, ഡേറ്റ ഉണ്ട്. ഇവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് ഡിബേറ്റ് ചെയ്യണം. അതൊന്നും ചെയ്യില്ല. ഓരോന്നിനെ പറയും. പിന്നെ പാലക്കാടിനെ കുറിച്ച് UDFനെ കുറിച്ച് ഒന്നും പറയാൻ ഒന്നുമില്ല. അവിടെ ജനങ്ങളുടെ തലയിൽ എന്ത് കെട്ടിവെച്ചു, ആര് കെട്ടിവെച്ചു, അതെല്ലാം ഇല്ല. അത് ഇല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പോയിന്റ് ഇത് ഞാൻ 3 മാസം മുമ്പ് പറഞ്ഞതാണ്. ഇതെല്ലാം സുവോ മോട്ടോ അറസ്റ്റ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. അറസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഇഷ്യൂ ആയിരുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് ഇലക്ഷൻ്റെ 8 ദിവസം മുമ്പെയാണ് ഈ നാടകം? നിങ്ങൾ തന്നെ ആലോചിക്കൂ എന്തുകൊണ്ട്. കാരണം എലക്ഷൻ സമയത്ത് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കണം. രണ്ടാമത്തത് ശബരിമല കൊള്ളയെന്ന് ശ്രദ്ധ തിരിക്കണം. ഇതൊരു ഇഷ്യൂ ആയി മാറണം. പക്ഷെ അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഈ എലക്ഷൻ 5 കൊല്ലം ഭരിച്ചാൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഡെമോക്രസിയിൽ ഒരു റിപ്പോർട്ട് കാർഡും ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി കൊടുക്കേണ്ടത് ഭരിച്ചവരാണ്. ഞങ്ങൾ പാലക്കാടിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം ഞങ്ങൾ ചെയ്തു, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇനി ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അത് ചെയ്യും. ഇത് എന്തുകൊണ്ട് ഒരൊറ്റ ലോക്കൽ ബോഡിയിൽ CPM കോൺഗ്രസ് പറയുന്നില്ല? ഞാൻ ഇന്ന് ഒരു വെല്ലുവിളി, ചാലഞ്ച്, UDF ഭരിക്കുന്ന ഏതെങ്കിലും ലോക്കൽ ബോഡിയിൽ, CPM ഭരിക്കുന്ന ഏതെങ്കിലും ലോക്കൽ ബോഡിയിൽ അവർ റിപ്പോർട്ട് കാർഡ് ചെയ്യട്ടെ. അസംബ്ലി ഇലക്ഷൻ 10 കൊല്ലം മുഖ്യമന്ത്രി എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് റിപ്പോർട്ട് കാർഡ് കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ഇൻസിസ്റ്റൻസ് ആയിരിക്കും.